വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖത്തും അല്പം ഒരു സന്തോഷമുണ്ട്. കാരണം പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖം കാണാൻ സാധിച്ചു. മാത്രമല്ല, സബ്ജക്റ്റുകളുടെ വിരസതയിൽ നിന്ന് ഒഴിവായി പൊതുവായ ഒരു ചടങ്ങിൽ വന്നിരിക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറേ വികാരങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്തൂടെ മിന്നിമായുന്നത് എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നു. എന്തു തന്നെ ആയിരുന്നാലും ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രദേശത്ത് CBSE സിലബസ് കൈകാര്യം ചെയ്യുന്ന വളരെ മെച്ചപ്പെട്ട രീതിയിൽ അധ്യയനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി ഈ സ്കൂളിലെ യൂണിഫോം ഇട്ട കുട്ടികളെയും ഈ സ്കൂളിലെ സ്കൂൾ ബസ്സും ഈ സ്കൂളിലെ പല അധ്യാപകരെയും, സജീവ് സാർ ഉൾപ്പെടെയുള്ള, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സാർ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും കാണാറുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മകൻ ഒരു 10 വർഷം മുമ്പാണ് ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് ആദർശ് എന്ന് പറയുന്നത്. പഠിപ്പിച്ച അധ്യാപകരുടെ കാണും ആദർശ്. അപ്പോൾ അന്ന് അവനിവിടെ പഠിച്ചതാണ്. അപ്പോൾ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ നല്ലതായതുകൊണ്ടാണ് അന്ന് അവനെ ഇവിടെ കൊണ്ട് പഠിപ്പിച്ചതൊക്കെ തന്നെ. അതിനുശേഷം ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല പ്രതികരണമാണ് ഞാൻ ചില രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സജീവ് സാർ ഇവിടെ സൂചിപ്പിച്ചു. പാണ്ഡവറാവ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭക്തജന സംഘം എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ രാമായണ പ്രശ്നോത്തരി നടത്താറുണ്ട്. അപ്പോൾ ഈ സ്കൂളിലെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിലൊക്കെ തന്നെ നമ്മൾ നോട്ടീസ് എത്തിക്കാറുണ്ട്, റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ഈ സ്കൂളിൽ നിന്ന് കുറേയേറെ കുട്ടികൾ എല്ലാ വർഷവും അവിടെ വന്ന് ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാറുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 4 വർഷം മുമ്പേ അവിടെ നടന്ന പ്രശ്നോത്തരിയിൽ HS വിഭാഗം ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അമൃതവർഷിണി എന്ന് പറയുന്ന കുട്ടി 2ാം സ്ഥാനം കരസ്ഥമാക്കി. അന്ന് ഏകദേശം 200ഓളം കുട്ടികൾ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു. അപ്പോൾ അത് ഇന്നൊക്കെ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതീവ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഈ സ്കൂളിൽ പങ്കെടുക്കുന്നു, അതൊക്കെ തന്നെ വളരെ ഭാഗ്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്കൂളിൽ നല്ല ഒരു അധ്യാപകരുടെ ടീം തന്നെയുണ്ട്. എപ്പോഴും അധ്യാപകരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസത്തിനെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ആത്മാർത്ഥതയും അതുപോലെ കഠിനാധ്വാനവും അതിൻ്റെ പിന്നിലുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു PTA ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെയും ആത്മാർത്ഥമായ സഹകരണം, നിങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കളുടെ ആത്മാർത്ഥമായ സഹകരണം ഒക്കെ കൊണ്ടാണ് സ്കൂളിന് മെച്ചപ്പെട്ട രീതിയിലുള്ള റിസൾട്ടും ഒക്കെ തന്നെ നേടാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാ കുട്ടികളും, നിങ്ങളെല്ലാവരും ഈ സ്കൂളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഏതൊരു സ്കൂളിലേക്ക് എത്തുന്നത് അവന് അറിവ് ലഭിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പ്രധാനമായിട്ടും അറിവ് ലഭിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പം ഞാനൊരു ഇൻ്ററാക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം ഇവിടെ എന്നോടൊപ്പം തന്നെ എന്നേക്കാൾ ഉപരി ഒക്കെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന അധ്യാപകർ ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാനിതങ്ങ് സംഗ്രഹിക്കാം. ഒരുപാട് സമയം നിങ്ങളെ ഞാൻ വിനിയോഗിക്കുന്നില്ല. അറിവ് നമ്മളിലേക്ക് എത്തുന്നത് പല മാർഗങ്ങളിൽ കൂടിയാണ്, അല്ലേ? പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് അറിവ് എത്താറുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കണ്ടിട്ട് ഒക്കെ നമുക്ക് അറിവ് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ കിട്ടുന്ന ഒരറിവും ചെറുതല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും അറിവ് ചെറുതാണോ? അല്ല, ഒരറിവും ചെറുതല്ല. എല്ലാ അറിവുകളും എന്താണ്? വലിയ ശ്രേഷ്ഠമായ അറിവുകൾ തന്നെയാണ്. അറിവ് നമ്മളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട 3 മാർഗങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പക്ഷേ അറിവ് കിട്ടുന്ന പ്രധാനപ്പെട്ട 3 മാർഗങ്ങൾ എന്തൊക്കെയാണ്? പറയാമോ ആർക്കെങ്കിലും? എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറയാം. അധ്യാപകർ ഇരിക്കുന്നു വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ് തന്ന സ്നേഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. അറിവ് എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്? പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ള മുഖങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുണ്ട്,
പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ മകളുണ്ട്, അങ്ങനെ പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ച് പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് സത്യനാരായണൻ്റെ മകളെന്ന് എഴുന്നേറ്റ്. പേരെന്താ? ഗയാ നാരായണൻ എന്ന് പറഞ്ഞ അറിവ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ആ ഇരിക്കെ. വെരി ഗുഡ്. നല്ല കയ്യതോട്. ഇങ്ങനെ വേണം നമ്മളോട് ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഭയവും കൂടാതെ, തെറ്റും ശരിയും ആയിക്കോട്ടെ, എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. നമുക്ക് അറിവുകേടും ഒക്കെ ഉണ്ടാകും. നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ അറിവുകളെയൊക്കെ തേച്ച് മിനിക്കെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല മറുപടിയാണ് പറഞ്ഞത്. അറിവുകൾ കിട്ടുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അറിവ് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട 3 മേഖലകളെക്കുറിച്ച് ഞാനൊന്ന് പ്രതിപാദിക്കാം. കൂടുതൽ സമയം എടുക്കത്തില്ല. ഒന്ന്, നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അറിവ് കിട്ടും. ശരിയല്ലേ? ചിന്തയിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ അറിവ് കിട്ടുന്നതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്ന, ഉറവിടം എന്ന് പറയാം എന്താണ്? ചിന്ത. ഓർത്തിരിക്കണം. തിങ്കിങ്. മനസ്സിലായില്ല? നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ആദ്യം ഒന്ന് പറയട്ടെ. ചിന്തയിൽ കൂടെ നമുക്ക് അറിവ് ലഭിക്കും. 2, അനുകരണം. ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളും അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊരു അറിവല്ലേ? അപ്പോൾ രണ്ടാമത്തെ എന്താണ്? അനുകരണത്തിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? അറിവ് കിട്ടുന്നു. മൂന്നാമത്തത്, അനുകരണത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? അറിവ് കിട്ടുന്നു. മൂന്നാമത്തത് ഒരു വലിയ അറിവ് തന്നെയാണ്. എന്താ? തിരിച്ചറിവെന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ തിരിച്ചറിവെന്ന്? ആ അറിവ് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമുക്ക് അനുഭവത്തിലൂടെ, ബൈ എക്സ്പീരിയൻസ്. അല്ലേ? ബൈ എക്സ്പീരിയൻസ്. അതൊരു വലിയ അനുഭവം തന്നെയാണ്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം. അപ്പൊ ഈ 3 അറിവും നമുക്ക് ക്ലിയർ ആകും. ആദ്യം ഈ 3 അറിവ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണെന്നൊന്ന് പറഞ്ഞ്. 1, ചിന്തയിലൂടെ. 2, ഉറക്കെ വിളിച്ച് പറ. 2, അനുകരണത്തിലൂടെ. 3, തിരിച്ചറിവ്. തിരിച്ചറിവ് എങ്ങനെയാ കിട്ടുന്നേ? അനുഭവത്തിലൂടെ കിട്ടും. പിന്നെ വേറെയുണ്ടോന്ന് പറയാം, അനുകരണത്തിലൂടെ. അങ്ങനെ 3 തരം അറിവ്. നമ്മളിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നു എന്ന് വിചാരിക്കും. മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 തരത്തിലുള്ള ഊർജം വരും. നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാ? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും. അല്ലേ? താപോർജവും പ്രകാശോർജവും. 2 തരത്തിലുള്ള ഊർജങ്ങളാണ് ലഭിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടൊരു കൊച്ചുകുട്ടി ഇരിക്കുന്നു. തീരെ കൊച്ചതല്ല, ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടി ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴതിലേക്കൊരു പ്രാണി വന്ന് വീഴുന്നു എന്ന് വിചാരിക്കും. ഒരു ശലഭോ എന്തെങ്കിലും ഈയലോ എന്തെങ്കിലും വന്ന് വീഴുന്നു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഇത് കെട്ടുപോയെന്നിരിക്കും. അതിൻ്റെ വലുപ്പം അനുസരിച്ച്, അതിൻ്റെ പറക്കുന്നതിൻ്റെ പിന്നെ തീവ്രത അനുസരിച്ച്. അപ്പോൾ ഏതായാലും അത് വന്ന് വീണ് കരിഞ്ഞു പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും എന്നങ്ങ് വിചാരിക്കുക. അനുസരിച്ച് ചെറിയ പ്രാണിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കരിഞ്ഞു പോകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക. ചിന്തയുടെ അറിവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നു. ചിന്തിച്ചിട്ട് അവനൊരു കൺക്ലൂഷനിലെത്തുന്നു, ഒരു തീരുമാനത്തിലെത്തുന്നു. ആ ഒരു ചെറിയ പ്രാണി ഈ തീയിൽ വന്ന് വീണപ്പോൾ ആ പ്രാണി കത്തി എരിഞ്ഞമർന്നു പോയെങ്കിൽ നാളെ ഞാൻ വന്ന് വീണാലും കത്തി അമരുമെന്നല്ല, ഞാൻ വലിയൊരു പിന്നെ എന്താ പറഞ്ഞേ ആളല്ലേ, ഒരു ചെറിയ സോഴ്സിൽ വീണാൽ കത്തി എരിഞ്ഞു പോകും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യും? പൊള്ളും. കണ്ടോ? മനസ്സിലാക്കണ്ടോ? അല്ല ഞാനും വേണ്ടി ചത്തുപോകുന്നാണോ ചിന്തിച്ചത്? അല്ല, അത് അനുകരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ ആ തീയിൽ തൊട്ടാൽ എനിക്കും പൊള്ളും. ഇനി ഈ തീയെന്നല്ല, ഏത് സോഴ്സ് ഓഫ് ഹീറ്റിൽ ചെന്ന് തൊട്ടാലും എനിക്ക് പൊള്ളും. അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. ഇതൊക്കെ ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. ചെറിയ കുട്ടികൾക്ക് അറിയത്തില്ല. ചെറിയ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ശകലങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നമുക്ക് പറയാം ആ കുട്ടിക്ക് കിട്ടിയ അറിവ് എന്താണെന്ന് പറയാം. എങ്ങനെ കിട്ടിയ അറിവാ? 3 രീതിയിലുള്ള അറിവ് പറഞ്ഞു. ചിന്തയിൽ കൂടെ കിട്ടിയ അറിവാണെന്ന് പറയാം. ശരിയല്ലേ? നേരെ മറിച്ച് ആ കുട്ടി ഈ തീയിൽ പോയി തൊടുന്നു എന്ന് വിചാരിക്കും. തൊടുമ്പോൾ കുട്ടിയുടെ കൈ എന്ത് ചെയ്യും? പൊള്ളും. അപ്പോൾ കൈ പൊള്ളുമ്പോൾ കുട്ടി 2 രീതിയിൽ അതിനെ ചിന്തിക്കാം. 2 കുട്ടികളാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ആദ്യത്തെ കുട്ടി പോയി തീയിൽ തൊട്ടു, അവന് കൈ പൊള്ളി. അവൻ രണ്ടാമത് വേറൊരു സോഴ്സ് കാണുന്നു. ഇപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിച്ച് വെച്ചിരിക്കും, അതിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് കൈ വെക്കുന്നു. എന്ത് ചെയ്യും? കൈ പൊള്ളത്തില്ലേ?
അപ്പൊ അവൻ ആദ്യം കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് രണ്ടാമത് പോയി പ്രയോഗിച്ചപ്പോൾ അവൻ എന്ത് കിട്ടി? അവന് പൊള്ളല് കിട്ടി, ശരിയല്ലേ? അപ്പൊ അവന് വിവേകമുണ്ടോ? ഇല്ല. അവൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത് മാത്രമല്ല, അവന്റെ വിചാരം എന്ത് മാത്രമേ പൊള്ളത്തുള്ളൂ എന്നാ, മെഴുകുതിരി മാത്രമേ പൊള്ളത്തുള്ളൂ എന്നാ. ശരിയാണോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ടോ നിങ്ങളിലേക്ക്? അപ്പൊ അതിനെ നമുക്ക് അനുകരണം എന്ന് പറയാം. അപ്പൊ അനുകരണത്തിലൂടെ കിട്ടുന്ന അറിവ് താൽക്കാലികമാണ്. മനസ്സിലായല്ലോ? പെർമനന്റ് ആണോ? അല്ല. ഇനി മൂന്നാമത്തെ അറിവാണ് നമ്മൾ എത്തേണ്ടത്. മൂന്നാമത്തെ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ അറിവിൽ ആദ്യം കുട്ടി പോയി ചിന്തയിൽ കൂടെ കിട്ടിയ അറിവെന്ന് കുട്ടി തൊട്ടിട്ടില്ല, തീ തൊടാതെ അവന് കിട്ടിയ അറിവ്. മനസ്സിലാകുന്നുണ്ടോ? മൂന്നാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ തീയിൽ തൊട്ടതിന് ശേഷം അവൻ ചിന്തിക്കുന്നു, ഞാൻ തൊട്ടപ്പോൾ എനിക്ക് പൊള്ളി, ഇനി ഞാൻ ഏത് സോഴ്സിൽ തൊട്ടാലും എനിക്ക് എന്ത് ചെയ്യും? പൊള്ളും. അതാണ് അവന്റെ തിരിച്ചറിവെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ അറിവ് നമ്മളിലേക്ക് എത്തുന്നത് 3 രീതിയിലാണ്. ഓർത്തോണം. ഇനി ആര് ചോദിച്ചാലും പറയണം ഏതാണ്? ചിന്തയിലൂടെ. ഏറ്റവും ഉത്കൃഷ്ടമായ അറിവ് അതാണ്. കാരണം അത് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? രണ്ടാമത്തെ എന്താണ്? അനുകരണം. അത് ആർക്കും കിട്ടും. അനുകരണത്തിലുള്ള അറിവ് നമുക്ക് എന്ത് ചെയ്യും? ആർക്കും നേടിയെടുക്കാം. മൂന്നാമത്തെ എന്താണ്? എന്തുവാ? തിരിച്ചറിവ്. തിരിച്ചറിവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാ? ബൈ എക്സ്പീരിയൻസ്. മനസ്സിലായില്ല? അനുഭവങ്ങളിൽ കൂടെ നമുക്ക് കിട്ടുന്ന അറിവ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റുന്ന അറിവുകളല്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ അറിവിനെ 3 തരത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഏത് രീതിയിൽ ഇപ്പൊ ക്ലാസ്സിൽ അധ്യാപിക വന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളിലേക്ക് കാര്യങ്ങളിൽ എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ്, അല്ലേ? നിങ്ങൾ വളരെ ചെറിയ കുട്ടികളായതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും ലളിതമായിട്ടാണ് അധ്യാപകൻ പ്രസന്റ് ചെയ്യുന്നത് എങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരത്തില്ലേ? അപ്പൊ അങ്ങനെ എത്തിച്ചേരുന്നത്, നമ്മുടെ അറിവ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ഇതിൽ കൂടിയാണ്, കാതുകളിൽ കൂടിയാണ്, അല്ലേ? നമ്മൾ കേട്ടിട്ടല്ലേ? ആണോ? അല്ലാത്തവരുണ്ട്, അവർക്ക് പ്രത്യേക പഠന രീതികൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ നമ്മുടെ കാതുകളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അറിവ് നമ്മളിലേക്ക് എത്തുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടല്ലോ? അങ്ങനെ നമ്മുടെ ചെവികളിൽ കൂടി എത്തുന്ന ഈ അറിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം ശരിയും തെറ്റും നല്ലതും ചീത്തയും നമുക്ക് പറ്റുന്നതും ഒക്കെ തിരഞ്ഞെടുത്ത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി പദങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ പ്രവൃത്തി പദങ്ങളിലേക്ക് എത്തിക്കുന്നത്? പരീക്ഷയിൽ എന്ത് ചെയ്യണം? ചോദിക്കുന്ന ചോദ്യങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിച്ച് അതിനെന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലരൊക്കെ വാ വിളിക്കുന്നുണ്ട്, വിരസത വരുന്നു. എനിക്ക് ഇന്റർവെല്ലിന്റെ സമയമായോ? സാറേ ഇല്ല, ചില കുട്ടികൾ ഞാൻ ഇന്റർവെല്ലിന്റെ സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ സിമ്പൽ വാ വിളിക്കാന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. എങ്കിലും ഞാൻ കൂടുതലായിട്ട് പറയത്തില്ല. നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ രാമായണ പ്രശ്നോത്തരിയുടെ ഡേറ്റ് ഒന്നുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. സാറിന് ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും. ഓഗസ്റ്റ് 16 ഞായറാഴ്ചയാണ്. ഓഗസ്റ്റ് 16 ഞായറാഴ്ച. പരമാവധി കുട്ടികൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. നല്ല ഒരു പ്രശ്നോത്തരിയാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രശ്നോത്തരിയാണ്. അതിലൊക്കെ പങ്കെടുത്ത് കൂടുതലും മറ്റ് സ്കൂളുകളിലെ കുട്ടികളായിട്ടൊക്കെ ഇടപെടാനും കൂടുതൽ അറിവുകൾ നമുക്ക് ഇല്ലാത്തത് നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ക്ലബ്ബുകളുടെ ഒരു ഇനാഗുറേഷൻ, ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് എന്താ? ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണ്? ക്ലബ്ബുകൾ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു, ഗ്രൂപ്പാണ് ക്ലബ്ബുകൾ എന്ന്. ശരിയാണ്, ക്ലബ്ബുകൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം? എന്താണ് ക്ലബ്ബുകൾ? ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട്, ശരിയാണ്, അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായി, ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് കുറെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. ശരിയല്ലേ? അവരുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ പങ്കുവെക്കുന്നു. എന്നിട്ട് അതിനെ പ്രാവർത്തികമാക്കുന്നു. മനസ്സിലായല്ലോ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലബ്ബുകൾ. ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് ലോക പരിസ്ഥിതി ദിനം എന്നായിരുന്നു ഇപ്പൊ കഴിയുന്നതേ ഉള്ളൂ, ജൂൺ 5. അന്ന് കുറെ വൃക്ഷത്തൈകൾ നട്ടുവാൻ തീരുമാനിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതിനെ നമുക്ക് ഒരു ക്ലബ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലബ്ബുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലബ് എന്ന വാക്ക് ഒരു കൂട്ടം എന്നാണ്. അപ്പൊ അത് പറയുമ്പം 2 വാക്കുകൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ്, ഗ്യാങ്. കേട്ടിട്ടുണ്ടാവില്ല? 2 വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഗ്രൂപ്പും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടേംസ്?